ഹായ് ഓൾ. നമ്മളിന്ന് പായസം റെഡി. ഹായ് ഓൾ. ഇന്ന് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മൾ ആമിക്ക് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ഒരു സെലിബ്രേഷനൊക്കെ ആയിട്ട് നടത്തുന്നത്. കാരണം കഴിഞ്ഞ വർഷം അവൾ വളരെ ചെറുതാണല്ലോ, ചിൽഡ്രൻസ് ഡേ അറിയാനായിട്ടില്ല, ഇപ്പോഴും അറിയില്ല. എന്നാലും നമ്മൾ സ്പെഷ്യലായിട്ട് അവൾക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അമ്മ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് സേമിയ പായസം. അപ്പോൾ ആമിക്ക് ഇഷ്ടമാണ് പായസം, മധുരമൊക്കെ ഉള്ള കാരണം അവൾ കഴിക്കും. അപ്പോൾ ആമിക്കൊരു പായസം ഉണ്ടാക്കി കൊടുത്താലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ഉണ്ടാക്കി തരാം, നമുക്ക് പായസം സേമിയയും സംഭവങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആമി ഉറങ്ങി, ഇന്ന് നേരത്തെ ഉറങ്ങി. അപ്പോൾ ഉണരുമ്പോൾ അവൾക്കൊരു സർപ്രൈസ് ആയിരിക്കും. അങ്ങനെ അമ്മ ആമിക്ക് സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഈവനിങ് ഞങ്ങൾ ആമിയായിട്ടൊന്ന് പുറത്ത് പോവാം, ഒരു ഡേ ഔട്ട് ആമീൻ്റെ കൂടെ, അല്ലെങ്കിൽ ആമിക്ക് വേണ്ടി ഒരു ഡേ ഔട്ട്. എന്താ ഇവിടെ പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, വെറുതെ പോവുക. ആമിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. കാരണം സാധാരണ നമ്മൾ പുറത്ത് പോകുമ്പോൾ അവൾ കൊണ്ടുപോകാറില്ല, ഉറക്കി കിടത്തിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ആക്കും, എൻ്റെ വീട്ടിലാക്കും. കാരണം അവൾ കച്ചറായ കാരണം എവിടെയും പോകാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അവളെ കൊണ്ട് എവിടെയെങ്കിലും പുറത്ത് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാവുമെന്ന് അറിയില്ല. സോ ആദ്യം നമുക്ക് പായസം ഉണ്ടാക്കാം. പായസം ഉണ്ടാക്കിയാലോ? ഓക്കെ. പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ: സേമി, പഞ്ചസാര, നെയ്യ്, സേമി വറുത്തെടുക്കാനുള്ള നെയ്യ്, പിന്നെ മുന്തിരി, പാല്. അതിന് ശേഷം മിൽക്ക് മേഡ് ചേർക്കും. അപ്പം ഇത്രയും കുറച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ് സേമിയ. നമ്മൾ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പൊ നമ്മൾ മധുരമൊക്കെ കുറച്ചിരിക്കുകയാണ്, അതന്നെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. ആദ്യമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പായസം ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ അങ്ങനെ പായസം കുടിക്കുന്ന ആളല്ല, പക്ഷെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പായസം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കുകയാണെന്നുള്ളതിൽ അതെ പായസം വെക്കൽ കുറവാണ്, മധുരം കുറച്ച് കാരണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ശരിക്കും നമ്മൾ ഇത് ചൂടാറിയിട്ടാണ് പാലൊഴിക്കാറല്ലേ. പിന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പായസമാണ്. സേമിയ പായസം ആവില്ല, നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു പായസം അല്ലേ? അതെ. ആയാ മതി. മിൽക്ക് മെയ്ഡ് ഒഴിച്ചാ? മിൽക്ക് മെയ്ഡ് ഇറക്കി വെച്ച് വയ്ക്കുക. ഇറക്കി ഇഷ്ടം ഇറക്കി വെച്ച് വയ്ക്കുക. പായസം റെഡി. കുടിച്ചോക്കട്ടെ. കൊള്ളാം. അങ്ങനെയുണ്ട്. സൂപ്പർ. ആമി ഇത് ആമിക്ക് എടുത്ത് വയ്ക്കാം അല്ലേ? അപ്പോൾ അത് ആമിക്കുള്ള പായസമാണ്. നമ്മൾ ആമിക്കുള്ള പായസം അവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അവൾ ഉറങ്ങുകയാണ്. ഉറങ്ങി നീറ്റിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഏത് മൂഡിലാണ് ഉറങ്ങി നീറ്റ് വരാമെന്നൊന്നും അറിയില്ല. പായസം എന്തായാലും അവൾക്ക് ഇഷ്ടമാണ്, കുടിക്കാണ്ടിരിക്കില്ല. പായസം കൊടുത്തിട്ട് നമുക്ക് ഈവനിങ് അവളായിട്ട് പുറത്ത് പോകണം. എവിടേക്കാണ് പോകാമെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് ഇനി ആമിയുടെ കൂടെ പുറത്ത് പോകുന്ന വീഡിയോസൊക്കെ കാണാം. എന്താണ് അവളുടെ റിയാക്ഷൻ, അവൾ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത്. ഫുൾ മിക്കവാറും അലമ്പായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, സോ പായസം കൊടുത്തേക്കാം. ആമിക്ക് അമ്മമ്മ പായസം ഉണ്ടാക്കിനല്ലോ. എങ്ങനെയുണ്ട്?
സൂപ്പർ സൂപ്പർ. സൂപ്പർ പറഞ്ഞാലോ അമ്മമ്മോട്. നമുക്ക് ടാറ്റ പോണ്ടേ? വേണ്ട. ആമി വരണ? ഉമ്പ വേണ? ഉമ്പ കൊണ്ടുവരട്ടാ. നമ്പർ അങ്ങനെ ഈവനിങ് ആയ ടൈമിൽ ഞങ്ങൾ ആമിനെയും കൊണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എവിടെ പോകണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുത്തനത്താണി എത്ത ടൈമിലാണ് അവിടെ തിരുനാവായ റോട്ടിൽ എക്സ്പോ നടക്കുന്നത് അറിഞ്ഞത്. എന്നാൽ പിന്നെ ആമിനെയും കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കാണല്ലോ എക്സ്പോ ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുക, നല്ല കളറായിരിക്കും അവിടെ എന്ന് വിചാരിച്ച് അങ്ങനെ അവളെ കൊണ്ടുപോയി. പറഞ്ഞ പോലെ തന്നെ അവിടെ ഭയങ്കര രസമായിരുന്നു. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എൻട്രിയിൽ കയറിയപ്പോൾ തന്നെ പൂക്കളൊക്കെ വെച്ച് അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആമി ഇപ്പോൾ കളേഴ്സ് പഠിച്ച് തുടങ്ങിയ സമയമാണ്. അതുകൊണ്ട് തന്നെ കളേഴ്സ് കാണുമ്പോൾ അവൾ യെല്ലോ, ഗ്രീൻ, ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും തൊട്ട് നോക്കുകയാണ്. ഇനി കൂടുതൽ സമയം ഞാൻ അവിടെ നിന്നില്ല, കാരണം അവൾ മിക്കവാറും അത് പറിച്ച് താഴെ ഇടും. അപ്പോൾ ഞങ്ങൾ പതുക്കെ അകത്തേക്ക് കയറി. അങ്ങനെ അകത്ത് കയറിയ സമയത്ത് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ബേർഡ്സിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ പക്ഷികളുണ്ടായിരുന്നു. അതിലാദ്യം പ്രാവ്, പിന്നെ കോഴി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആമിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. കൂട്ടിലായ കാരണം തന്നെ അവൾ അടുത്തേക്ക് പോകാൻ സമ്മതിച്ചു. അല്ലെങ്കിൽ അവൾക്ക് പേടിയാണ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കാണുമ്പോൾ തന്നെ അവൾക്ക് ദൂരെ നിന്ന് കാണാൻ ഇഷ്ടമാണ്, പക്ഷെ അടുത്തേക്ക് പോകുമ്പോൾ പേടിയാണ്. ഇന്ന് അവളതൊക്കെ അടുത്തേക്കൊക്കെ പോയി തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ മീനുകളൊക്കെ കണ്ട സമയത്തും അവൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി, കാരണം കളേർഡ് ആയിട്ടുള്ള ഫിഷാണല്ലോ. അപ്പോൾ അതൊക്കെ അവൾ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഓരോന്നും എന്നെ കാണിച്ചു തരികയാണ് അവൾ, മീമി എന്ന് പറഞ്ഞിട്ട്. അത് തൊട്ട് നോക്കാനൊക്കെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്ന് കാണുമ്പോൾ തന്നെ അടുത്തേക്ക് പോകാനാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഓടി നടന്ന് ഓരോന്നും കണ്ടു. പെട്ടെന്ന് കണ്ടുപോയി, കാരണം നമുക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പൂച്ചനെ കണ്ടത്. ഒരു പൂച്ച അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പൂച്ചനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മ്യാവ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഓരോന്ന് കാണുമ്പോഴും അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതായി തോന്നി. തത്ത, മുയലിനൊക്കെ അവൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. നേരിട്ട് ഫസ്റ്റ് ടൈമാണ് അവളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. അവിടെ കുറേ ഫാൻസി ഐറ്റംസ്, ബുക്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബേക്കറി ഐറ്റംസ്, സ്വീറ്റ്സ്, അതൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആമിയുടെ ടോയിൻ്റെ സെക്ഷനിലേക്ക് പോയി. അതായിരുന്നു ആമിക്ക് ഒന്നുകൂടെ ഇഷ്ടമായതെന്ന് തോന്നുന്നു. ഓരോന്നും തൊട്ട് കാണിക്കുന്നുണ്ട്, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറേ വളകളുടെ ഒക്കെ സെക്ഷനിലെത്തിയ സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടമായി തോന്നുന്നു. അപ്പോൾ എനിക്കത് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ചേട്ടൻ അവളുടെ കയ്യിൽ അത് ഇട്ട് കൊടുത്തു. അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കയ്യിലിങ്ങനെ ചുറ്റിയിടുന്നൊരു വള, ഇത് നമ്മൾ പണ്ട് പൂരപ്പറമ്പിലും അങ്ങനെയൊക്കെ കാണുന്നതാണല്ലോ. പക്ഷെ അവൾ അത് ഇടുമെന്ന് എനിക്കറിയില്ല, ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈമാണ് അവളത് അങ്ങനത്തെ ഒരു ടൈപ്പ് വളയൊക്കെ ഇടുന്നത്. അപ്പോൾ അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നെക്സ്റ്റ് സെക്ഷനിൽ പോയപ്പോൾ കുറേ വിത്തുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബ്രോക്കോളീൻ്റെ വിത്ത് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി, 2 വാങ്ങിച്ചു. എന്താവുമെന്ന് അറിയില്ല, നമുക്ക് അത് പാകി നോക്കണം.
അത് കഴിഞ്ഞ് ചെന്നത് കുറേ സ്വീറ്റ്സിൻ്റെ ഒരു സെക്ഷനിലാണ്. അവിടെ എത്തിയപ്പോൾ ആമിക്ക് എന്തായാലും സ്വീറ്റ് വേണം. അവൾക്ക് കളർഫുള്ളായിട്ടുള്ള ഒന്ന് നോക്കിയെടുത്തിട്ടുണ്ട്. ജീരകമിഠായിയാണ് അവൾക്ക് ഇഷ്ടമായത്. ഈ സെക്ഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മൾ കാണാറുണ്ട് ഇതുപോലെ എക്സ്പോയ്ക്കൊക്കെ നമ്മൾ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന മിഠായികൾ, ഗ്യാസ് മിഠായി, അതുപോലെ പുളിമിഠായി, അങ്ങനെ. അപ്പോൾ അതൊരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പുറത്ത് കുറേ റൈഡ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇവിടെ ഫാമിലി ഗെയിംസിൻ്റെ സെക്ഷൻ ഉണ്ട്, വായോ ജസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു. അവിടെ ഒരു 6 ഗ്ലാസ് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ബോൾ വെച്ച് എറിഞ്ഞ് താഴെ ഇടണം. ഫുള്ളും താഴെ ഇട്ട് കഴിഞ്ഞാൽ 200 രൂപ സമ്മാനം. അതല്ലെങ്കിൽ നമുക്ക് ഗെയിം കളിക്കാൻ ഒരു 50 രൂപയാണ്. അങ്ങനെ ഞാൻ റിസ്ക് ഏറ്റെടുത്ത് ആമീനൊക്കെ താഴെ വെച്ച് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ എയറിന് ബോള് താഴെ വീണു, തട്ടിയില്ല. അപ്പോൾ നമുക്ക് ഒരു ചാൻസ് കൂടെ അവർ തരും. അടുത്തതിൽ 5 ഗ്ലാസും താഴെ വീണു, 1 മാത്രം വീണില്ല. അങ്ങനെ 50 രൂപ പോയി കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുട്ടികളെ കുറേ റൈഡ്സിൻ്റെ ഒരു മേളായിരുന്നു. ആമീനെ റൈഡിലൊന്നും കയറ്റാൻ ഉള്ള പ്രായമായിട്ടില്ല. അത് കാരണം നമ്മൾ ചെയ്തില്ല. 2 വയസ്സാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് കയറ്റാനൊരു പേടി. അവളാണെങ്കിൽ ഒറ്റയ്ക്ക് റൈഡിൽ കയറിയിരിക്കും തോന്നുന്നില്ല. ചിലപ്പോൾ കരയാനൊക്കെ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. റൈഡ്സൊക്കെ കാണിച്ചെടുത്തു. അവിടെ കുട്ടികൾ കളിക്കുന്നതൊക്കെ അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. യന്ത്രഊഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നൈറ്റായ കാരണം ലൈറ്റ്സും ഒക്കെ ആയി നല്ല കളറായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. എന്തായാലും നമ്മൾ അവിടെ വന്നത് നല്ലൊരു ടൈമിലാണ്. നമുക്ക് എക്സ്പോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ആമിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യായിരുന്നു. നമുക്ക് എന്തായാലും എല്ലാം ഭയങ്കരമായിട്ട് ആമി എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഏകദേശം വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സ്പോട്ട് നോക്കി നമ്മൾ പുറത്തിറങ്ങി. ഇനി എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ പുത്തനത്താണി ഹലാ മോളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഹലാ മോളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴേ നമുക്ക് വിശന്നിട്ടാണല്ലോ വന്നത്. അപ്പോൾ താഴെ തന്നെയാണ് പിസ്സ ഹട്ട് വരുന്നത്. നമ്മൾ അതിൽ കയറി പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഫുഡ് ആമിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ആമിയുടെ അടുത്ത് തന്നെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവൾ മെനു കാർഡ് നോക്കി അതും ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പിസ്സ ഓർഡർ ചെയ്യും. പിസ്സ എക്സ്ട്രാ. പിന്നെ അവൾ ചിക്കൻ്റെ പിക്ചർ കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഓഫറൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ബൈ 4 wings get 2 free എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ആമിക്ക് ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതും പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഫുഡ് വരാനായിട്ട്. ആ സമയത്ത് അവൾ നേരത്തെ എക്സ്പോന്ന് വാങ്ങിച്ച ജീരകമിഠായി അവളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചേരാൻ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പൊട്ടിച്ചു കൊടുത്തു. അവൾ അതായിട്ട് ഹാപ്പി ആയി ഇരിക്കുക, അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ വേറെ വഴിയില്ല, പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട്. ആമി അത് കണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. ചിക്കൻ കണ്ടപ്പോൾ ചിക്കൻ ചൂടാണെന്നൊക്കെ പറയാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് കണ്ടപ്പോൾ അവൾക്കത് വേണം. അവൾക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കൊടുക്കാറില്ല. ബട്ട് വാശി പിടിച്ചപ്പോൾ അവൾക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ പുളിയാന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ വായിൽ വെച്ചിട്ടില്ല. അങ്ങനെ പിസ്സ ഒക്കെ എടുത്തു. പിസ്സ ഒന്നും അവൾ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. ചിക്കനും അവൾക്ക് ഇപ്പോൾ ചിക്കൻ്റെ എല്ലിനോടാണ് ക്രഷ്. അപ്പോൾ ചിക്കൻ്റെ എല്ലൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. അങ്ങനെ അവൾ മൊത്തത്തിൽ എൻജോയ് ചെയ്തു. നമ്മളും ഫുഡൊക്കെ കഴിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി.
അങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് അവൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും നോക്കി. എസ്കലേറ്റർ അവൾക്ക് എപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് അതിലൊറ്റയ്ക്ക് കയറണം, അപ്പോൾ അതിന് വേണ്ടി ഓടുകയാണ്. ഞാനൊരു വിധത്തിൽ എടുത്തിട്ട് മുകളിലെത്തിച്ചു. 2nd ഫ്ലോറിലായിരുന്നു മാത്സ് ഉണ്ടായിരുന്നത്. അവിടെ പോയിട്ട് ആമിക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കാം, ചിൽഡ്രൻസ് ഡേ അല്ലേ, അപ്പോൾ അവൾക്ക് അവളുടെ ഡേ ആയ കാരണം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് അവിടെ എത്തിയപ്പോഴും അവൾ പിന്നെയും പുറത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിലാക്കുന്ന സമയത്ത് അവർ പുറത്ത് ചാടുമല്ലോ, അതുപോലെ ഒരു ഫീലായിരുന്നു. നമ്മൾ അകത്തേക്ക് കൊണ്ടുവരുന്നു, അവൾ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഞാൻ പിന്നെ അകത്തേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ പിന്നെ അവൾക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ മറന്നു. പിന്നെ ഡ്രസ്സിലായി അവളെ ഫോക്കസ്. അങ്ങനെ ഓരോന്നായിട്ട് അവൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളവിടെ മാത്സിലെത്തിയ സമയത്ത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ട ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആമിക്ക് അവിടെ ഓടി നടന്ന് ഓരോന്നും നോക്കാനൊക്കെ പറ്റി. മറ്റേത് കുട്ടികളും ആളുകളൊക്കെ ഉള്ള സമയത്ത് അവരൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു. ഇതിപ്പോൾ ഒറ്റയ്ക്കായ കാരണം അവൾ ഫ്രീ ആയിട്ട് ഓടി നടക്കുന്നുണ്ട്. ഓരോന്നും അവൾ തന്നെ സെലക്ട് ചെയ്ത് അവൾക്ക് വേണമെന്ന് പറഞ്ഞ് കൈ പിടിച്ച് നിൽക്കുകയാണ്. ഒരു വിധത്തിൽ അവളുടെ അടുത്ത് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. സൈസൊന്നും ഫിറ്റാണോ എന്ന് നോക്കാനൊന്നും അവൾ സമ്മതിക്കില്ല. ട്രയൽ നോക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് അവൾക്ക് അത് തന്നെ വേണ്ടി വരും. അപ്പോൾ പിന്നെ ട്രയലൊന്നും നോക്കില്ല. ഏകദേശം ഒരു സൈസൊക്കെ നോക്കി നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അവളെ കൊണ്ട് പുറത്തിറങ്ങി. അതൊക്കെ ഒരു വലിയ ടാസ്ക്കാണ്. അവളെ കൊണ്ട് എവിടെയെങ്കിലും പോകുന്നതും പുറത്തിറങ്ങുന്നതും. അവൾ എവിടെയും പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ അവൾക്ക് നിൽക്കണം. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴും അവൾക്ക് വീട്ടിലേക്ക് പോകണ്ട, അവിടെയൊക്കെ ഓടി നടക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ആമിനെയും കൊണ്ട് പുറത്തിറങ്ങി. എവിടെയും പോയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അവിടെ തന്നെ നിൽക്കണം. അവിടെ ഓടി നടന്ന് അവളെ നോക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അവളെടുത്ത് പുറത്തിറങ്ങി. സോ ഇതാണ് ഇന്നത്തെ വിശേഷം. ചിൽഡ്രൻസ് ഡേ ആയത് കാരണം നമ്മൾ ആമിക്ക് കൊടുത്ത ഒരു ഡേ ഔട്ടായിരുന്നു. അവളെന്തായാലും ഹാപ്പിയാണ്. നമ്മൾ അവളെ കൂടെ ഓടി നടന്ന് നമ്മൾ ക്ഷീണിച്ചെങ്കിലും അവൾ ഫൈനലി ഹാപ്പിയാണ്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. Thank you for watching.